ഇന്ത്യ ഒരു ഫുട്ബോൾ ശക്തിയായി ഉയർന്നു വരികയാണെന്ന് മുഖ്യ പരിശീലകൻ ഇഗോർ സ്റ്റിമാച്ച് തറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ഏഷ്യയിലെ ആദ്യ 10-ൽ ഇടം പിടിക്കാൻ രാജ്യം ഏകദേശം 4 വർഷം കൂടി എടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏഷ്യൻ ഫുട്ബോളിലെ ടോപ്പ് 10 റാങ്കിംഗ് നേടുന്നതിന് കൂടുതൽ സമയം വേണമെന്നും അദ്ദേഹം പറഞ്ഞു. 2019-ൽ സ്റ്റിമാക്ക് ചുമതലയേറ്റതിനു ശേഷം ഇന്ത്യൻ ടീം കാര്യമായ പുരോഗതി കൈവരിച്ചു. 3 പതിറ്റാണ്ടിനിടെ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യ ആദ്യ 100-ൽ പ്രവേശിച്ചു. നിലവിൽ 102-ാം സ്ഥാനത്താണ് ഇന്ത്യ. ഹോങ്കോങ്, അഫ്ഗാനിസ്ഥാൻ, കംബോഡിയ എന്നിവയ്ക്കെതിരെ ഉജ്ജ്വല വിജയങ്ങളോടെ ഇന്ത്യ ഏഷ്യൻ കപ്പിന് യോഗ്യത നേടിയെങ്കിലും ഖത്തറിൽ നടക്കാനിരിക്കുന്ന ടൂർണമെന്റ് ഒരു വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയ, ഉസ്ബെക്കിസ്ഥാൻ, സിറിയ തുടങ്ങിയ ശക്തരായ എതിരാളികൾക്കെതിരെ ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിക്കുമ്പോൾ പരിമിതമായ തയ്യാറെടുപ്പ് സമയം ഒരു തടസ്സമായി ചൂണ്ടിക്കാട്ടി സ്റ്റിമാക്ക് അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇഗോർ സ്റ്റിമാച്ചിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തയ്യാറെടുപ്പിനായി വളരെ കുറച്ച് സമയമുള്ളതിനാൽ മികച്ച കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ആശങ്ക ഞങ്ങളുടെ ചില പ്രധാന കളിക്കാർക്കുള്ള പരിക്കാണ്. എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും മികച്ചത് നൽകുകയും എതിരാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിഹാസ താരം സുനിൽ ഛേത്രി ഒരിക്കൽ കൂടി ടീമിനെ നയിക്കും. 39-ാം വയസ്സിൽ തൻ്റെ കരിയറിൻ്റെ സായാഹ്നത്തോടടുക്കുമ്പോൾ വിരമിക്കൽ തീരുമാനിക്കാൻ ഛേത്രിയുടെ മേൽ സമ്മർദ്ദമില്ലെന്ന് സ്റ്റിമാക്ക് ഉറപ്പു നൽകി. ഒരു റോൾ മോഡൽ എന്ന നിലയിൽ ഛേത്രിയുടെ പങ്ക് സ്റ്റിമാക്ക് പരാമർശിക്കുകയും ചെയ്തു. ഫുട്ബോൾ കളിക്കാരനാകാൻ സ്വപ്നം കാണുന്ന നിരവധി ഇന്ത്യൻ കുട്ടികൾക്ക് അദ്ദേഹം ഒരു മാതൃകയാണെന്നും പരിശീലകൻ പറഞ്ഞു.